കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്, കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം, അതാണ് ഇന്ന് പുലർച്ചെ കൊല്ലം പരവൂരിലെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായത്. ഇതിനു മുൻപ് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം 1958 ശബരിമലയിലുണ്ടായതാണ്. 52 ശബരിമലയിലുണ്ടായതാണ്. അന്ന് 58 പേരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 105 പേരാണ് മരിച്ചിട്ടുള്ളത്. 200-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പരിക്കേറ്റവരുടെ ചികിത്സ സൗജന്യമായി തന്നെ സർക്കാർ നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ സംഭവസ്ഥലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ നടക്കും. സംഭവസ്ഥലത്ത് നിന്ന് അൽ അമീനും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശ്യാമാർ ബാബുവും ചേരുന്നു. അമീൻ, ഈ വെടിക്കെട്ട് അപകടം കണ്ടുനിന്ന ദൃക്സാക്ഷികൾ ആരെങ്കിലും നമുക്ക് ലഭ്യമാണോ? എന്താണ് അവരുടെ പ്രതികരണം? അജിൻ, പലരും പറയുന്നത് ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് നടത്തിയൊരു പ്രവർത്തനം തന്നെയാണ് ഇത് തന്നെ ദൃക്സാക്ഷികളായിട്ടുള്ളവർ നേരത്തെ നമ്മോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. എല്ലാവരും പറയുന്നത് ആ അർത്ഥത്തിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആളുകളുടെ പരിസരവാസികളുടെ അപേക്ഷ, മത്സര കമ്പക്കെട്ട് നടത്താൻ പാടില്ല എന്നുള്ള അപേക്ഷ മറികടന്നുകൊണ്ട് തന്നെയാണ് ആ ക്ഷേത്ര ഭാരവാഹികൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകർ അച്ചടിച്ചിറക്കിയ നോട്ടീസിലും ഇത്തരത്തിൽ കമ്പക്കെട്ടിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ജില്ലാ ഭരണകൂടം കമ്പക്കെട്ടിന് നിഷേധിച്ചിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു നോട്ടീസിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. ഇവിടെ പരിപാടി കാണാനുണ്ടായിരുന്നവരാരെങ്കിലും ഉണ്ടോ? ഇന്നലെ കാണാനായിട്ട് എന്തായിരുന്നു സംഭവിച്ചെന്തായിരുന്നു? എന്താ യഥാർത്ഥ സംഭവിച്ചു? ഇവിടെ വന്നതേ അറിഞ്ഞു വന്ന് കാണാനായിട്ട് വന്നത്. അജിംസ്, നിരവധി പേർ ഇപ്പോൾ സംഭവം അറിഞ്ഞ് നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംഭവത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ രാവിലെ നമ്മുടെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ അവരൊക്കെ തന്നെ പല ഭാഗങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതായിരുന്നാലും സംഭവം അറിഞ്ഞതിനു ശേഷവും നിരവധി പേർ ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഈ കമ്പക്കെട്ടിന് സാക്ഷികളാകുന്നതിന് വേണ്ടിയും കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ഇവിടെ എത്തുകയുണ്ടായി. ഈ അപകടം സംഭവിച്ചതും അത്തരത്തിൽ കൊല്ലം പരവൂർ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും ഇന്നലത്തെ ഈ ദുരന്തത്തിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥല പരിമിതി കാരണം നല്ല രീതിയിൽ ദൃശ്യം സാധ്യമാകുന്ന രീതിയിൽ ഇതിന്റെ മുന്നിലേക്ക്, ക്ഷേത്ര പരിസരത്തേക്ക് കടന്നു നിന്നവർക്കാണ് പ്രധാനമായും കാര്യമായിട്ടുള്ള പരിക്കുകൾ മരണം സംഭവിച്ചിട്ടുള്ളതും. ഈ കമ്പപ്പുരയോട് ചേർന്ന് നിന്നാണ് പലരും ഈ വെടിക്കെട്ട് കാണാനായിട്ട്, കമ്പക്കെട്ട് കാണുന്നതിനായിട്ട് ഇവിടെ എത്തിയിരുന്നത്. ഈ പരിസരങ്ങളിലുള്ള പലരും അവരുടെ വീടുകളിലും ടെറസുകളിലും മറ്റും ഇരുന്നു കൊണ്ടാണ് ഈ കമ്പക്കെട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരിച്ചവരിലും അതുപോലെ തന്നെ അപകടം പറ്റിയവരിലും കൂടുതൽ പേരും ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള ആളുകളുമുണ്ട്. ഒപ്പം 1 കിലോമീറ്റർ പരിസരത്ത്, ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ പരിസരത്തുള്ള കെട്ടിടങ്ങൾക്കും മറ്റും കാര്യമായിട്ടുള്ള സാരമായിട്ടുള്ള കേടുപാടുകളും മറ്റും സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന പലർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ ഈ കമ്പക്കെട്ടിനായിട്ട് കാണുന്നതിനായിട്ട് നിരവധി പേർ, ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും ചെയ്തിരുന്നു. 12 മണിയോടുകൂടിയാണ് കമ്പക്കെട്ട് ആരംഭിച്ചത്. ഇതാണ് ഇത് അവസാനിക്കുന്നതിന്, കമ്പക്കെട്ട് അവസാനിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് 1 മണിക്കൂർ മാത്രം ശേഷിക്കുകയാണ് ഈ ദാരുണമായിട്ടുള്ള ദുരന്തം ഏറിയത്. പ്രത്യേകിച്ച് ഈ കമ്പക്കെട്ടിനായിട്ട് കരുതിയിരുന്ന പടക്കശേഖരങ്ങളിൽ 70% കത്തിച്ചു കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കമ്പക്കെട്ട് അവസാനിക്കാറായതുകൊണ്ട് ഇവിടേക്ക് എത്തിയിരുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും മടങ്ങിപ്പോകാനൊരുങ്ങുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കുറെ കൂടെ വർദ്ധിക്കുമായിരുന്നു. എന്നാൽ പോലും നാടിന് നടുക്കിയ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു ദാരുണമായ ദുരന്തം കൊല്ലത്ത് അരങ്ങേറിയിരിക്കുന്നു. ഏതാണ്ട് അതിന്റെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും പൂർണ്ണമായി എന്ന് തന്നെ പറയാം. രാവിലെ 9 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ അധികൃതർക്ക് സാധിച്ചു. പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മരിച്ചവരെയും ഇവിടെ നിന്ന് മാറ്റുന്നതിനും, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് പരിക്ക് പറ്റിയവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റുന്നതിനും ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിനും സാധിച്ചിരുന്നു. 9 മണിയോടുകൂടി തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. അത്ര ജാഗരൂകരായിക്കൊണ്ട്, സജീവമായിക്കൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടവും സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. ശേഷം ഇവിടെ നിന്നുള്ള ശരീര അവശിഷ്ടങ്ങൾ, നമുക്കറിയാം പലരുടെയും ശരീരം ഭിന്നമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ദയവായി തുടരുക. ഇപ്പോൾ കൊല്ലത്തേക്ക് തിരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി മിജി പി ജോസ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. മിജി, എപ്പോഴാണ് പ്രധാനമന്ത്രി പുറപ്പെട്ടത്? എപ്പോഴാണ് അദ്ദേഹം കൊല്ലത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്? സംഭവസ്ഥലം സന്ദർശിക്കുന്നതിനും സ്ഥിതിഗതികൾ
വിലയിരുത്തുന്നതിനുമായി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് പുറപ്പെട്ടത്. പ്രധാനമന്ത്രിക്കൊപ്പം പൊള്ളൽ ചികിത്സാ വിദഗ്ധരുടെ ഒരു സംഘവും കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് കൊല്ലത്താണ് എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോടും അപകട സ്ഥലം സന്ദർശിക്കാൻ മോദി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടുക്കം രേഖപ്പെടുത്തി. ദുരന്തത്തിനിരയായവരുടെ ദുഃഖത്തിൽ താനും പങ്കുചേരുന്നു എന്നാണ് മോദി ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുമായും അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ഹെലികോപ്റ്ററുകൾ ക്രമീകരിക്കുന്നത് സംബന്ധിച്ചാണ് ഇരുവരും സംസാരിച്ചത്. ഹെലികോപ്റ്ററുകൾ വിട്ടുതരണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെല്ലാം അപകടത്തിൽ ആവശ്യമായ നടപടികളെല്ലാം തന്നെ കൈക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് മോദി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ന് സംഭവ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ദുരന്തത്തിനിരയായവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് രാഹുലും ട്വിറ്ററിൽ കുറിച്ചു. അതോടൊപ്പം ദേശീയ ദുരന്തം കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ വേണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്നാണ് AK ആന്റണി പ്രതികരിച്ചിട്ടുള്ളത്. വെടിക്കെട്ട് നിരോധിക്കുന്നതിനെ പറ്റി ഗൗരവമായി ആലോചിക്കണമെന്നും AK ആന്റണി പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തെ സംഭവസ്ഥലം സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു കഴിഞ്ഞു. എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലാണ് മോദി പുറപ്പെട്ടിട്ടുള്ളത്. മോദിയോടൊപ്പം പൊള്ളൽ ചികിത്സാ വിദഗ്ധരായ ഒരു സംഘവും കൊല്ലത്തേക്ക് തിരിച്ചു എന്നാണ് മിജി P. ജോസ് നൽകിയ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ഞങ്ങളുടെ പ്രതിനിധി ശ്യാം R. ബാബു ചേരുന്നു കൊല്ലം ജനറൽ ആശുപത്രിയിൽ നിന്ന്. ശ്യാം, എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? അജിംസ് ഇവിടെ സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10ഓളം മൃതദേഹങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇനിയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. 16 മൃതദേഹ ശരീരങ്ങളാണ് നേരത്തെ തിരിച്ചറിയാനുള്ളായിരുന്നത്. അതിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളെ അടക്കം, അതായത് കാണാതായി എന്ന പരാതിയുമായി എത്തിയവരുമായി ആണ് ഇത്തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 16 മൃതശരീരങ്ങൾ തിരിച്ചറിയാനുണ്ട്. അത് ചിതറിപ്പോയ മൃതശരീരങ്ങളാണ്. അത് ആരുടേതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധന ജനറൽ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ജനറൽ ആശുപത്രിയിൽ നേരത്തെ VS ശിവകുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും സന്ദർശിച്ചിരുന്നു. അവർ നേരിട്ട് പരിക്കേറ്റവരുമായി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. ഏതാണ്ട് 45 പേരെയാണ് പരിക്കേറ്റവർ എന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഗുരുതരമായ പരിക്കേറ്റവരെ രാവിലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. മാത്രമല്ല ഏതാണ്ട് 55-ലധികം പേരെ തിരുവനന്തപുരത്തേക്ക് ഇവിടെ നിന്നും റെഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ നമുക്ക് നൽകുന്ന വിവരം. മാത്രമല്ല നമ്മളിപ്പോൾ കളക്ടർ ഷൈനാമോളുമായി സംസാരിച്ചിരുന്നു. അവർ ജില്ലാ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. അവരുമായി സംസാരിച്ചപ്പോൾ ഷൈനാമോൾ പറയുന്നത്, അതായത് ഇത് ഇത്തരത്തിൽ കമ്പം നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും, അതായത് ഇത്തരത്തിൽ കമ്പം നടത്താൻ പാടില്ല എന്ന ഉത്തരവ് താൻ നൽകിയിരുന്നു. അത് ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നു. മാത്രമല്ല അതിന്റെ രസീത് താൻ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ പറയുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ കമ്പത്തിനുള്ള അനുമതി ഇവർ ചോദിച്ചിരുന്നു. ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കമ്പത്തിനുള്ള അനുമതി ചോദിച്ചിരുന്നു. അത് താൻ നിഷേധിച്ചു. മാത്രമല്ല എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കമ്പം നടത്താൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് നൽകുകയും ആ ഉത്തരവ് നൽകിയതിന് പകരമായി ലഭിച്ച രസീത് താൻ സൂക്ഷിക്കുകയും ചെയ്യുന്നത് വ്യക്തമായ ഒരു മറുപടി ഷൈനാമോളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല സ്ഥലത്തേക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരും എത്തുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നും രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കമ്പങ്ങൾ നടത്തുന്നതിന് വേണ്ടി അനുമതി ഇത്തരത്തിൽ നിഷേധിക്കുകയും സാധാരണ നിലയിൽ അനുമതി നിഷേധിക്കുകയും അത് പിന്നീട് കമ്പം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിരം നടപടിയാണ് അവിടെ നടന്നു വരുന്നത്. സ്ഥിരമായി ശരി ശ്യാം R. ബാബു, ഞാൻ ശ്യാമിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ, DGP TP സെൻകുമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. വെടിക്കെട്ടപ്പുറമുണ്ടായ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്ര പരിസരത്തെ അപകടമുണ്ടായ സ്ഥലമാണ് DGP TP സെൻകുമാർ, ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ എന്നിവർ സന്ദർശിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ അല്ലമീനും ശ്യാം R. ബാബുവും റഹീസ് റഷീദും വീണ്ടും ചേരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.